ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഇതിനൊക്കെ സ്പെഷ്യലായിട്ടുള്ളൊരു പുഡിങ്ങും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാൻ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ ഞാനിപ്പോൾ മുഴുവൻ ക്യാരറ്റും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ക്യാരറ്റ് ഇട്ടിട്ട് അതിലേക്ക് 1 കപ്പ് പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതാ അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ചൈന ഗ്രാസിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതാ ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഇതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ മുഴുവൻ ക്യാരറ്റും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചൈന ഗ്രാസ് ഒരു അരിപ്പ വെച്ചിട്ട് അതിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒട്ടും കട്ടയില്ലാതെ തന്നെ വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അരിച്ച് തന്നെ ഇതിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഞാനിവിടെ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ പുഡിംഗ് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെമി ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം നമ്മുടെ ക്യാരറ്റിൻ്റെ പുഡിംഗ് ബാറ്റർ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലൊട്ടും തരിയില്ലാതെ തന്നെ വേണം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ ഗാർണിഷിംഗ് ഒന്ന് ചെയ്യാം. ഞാനിവിടെ ആദ്യത്തെ ലെയറിൽ അല്പം പിസ്ത പൊടിച്ചിട്ടാണ് ഇതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ലൈൻസ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ഒരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാരറ്റ് പുഡിംഗ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.